നമസ്കാരം. അവസാനം അതും ഗവർണറുടെ അടുക്കലേക്ക്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ആ കേസിൽ ഇടപെട്ടുകൊണ്ട് ഗവർണർ രംഗത്തെത്തുകയാണ്. സിദ്ധാർത്ഥിൻ്റെ കുടുംബവുമായി കഴിഞ്ഞ തിങ്കളാഴ്ച അവർ ഗവർണറെ കണ്ട് പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നതും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുന്നതും. കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് പ്രത്യേക സംഘത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി രൂപീകരിച്ചതായിട്ട് അന്ന് തന്നെ പോലീസ് മേധാവി ഗവർണറെ അറിയിക്കുകയുണ്ടായി. അതേസമയം ഗവർണർ സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിക്കുവാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. സിദ്ധാർത്ഥിൻ്റെ ദുരൂഹ മരണത്തിൽ പ്രധാന പ്രതിയായിട്ടുള്ള അഖിലിനെ പോലീസ് പിടികൂടി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ പാലക്കാട് നിന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ മറ്റു പലരെയും സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആക്രമണം ആസൂത്രണം ചെയ്തത് പ്രധാന പ്രതി എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രതികളെ ഹോസ്റ്റലിൽ നിന്നും ആദ്യം സസ്പെൻഡ് ചെയ്തിരുന്നു. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തെളിവെടുപ്പുമാണ് ഇപ്പോൾ പോലീസിന് മുൻപിലുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഇല്ല എന്നും അതിനോട് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. കാരണം ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 6 SFI പ്രവർത്തകരെ പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കൽപ്പറ്റ DYSP ആയിട്ടുള്ള സജീവനാണ് പ്രതികളെയൊക്കെ അന്ന് കസ്റ്റഡിയിലെടുത്തതും. കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ അതിന് തൊട്ടുമുമ്പ് ഈ ആത്മഹത്യാ പ്രേരണ, റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ മാസം, ഈ കഴിഞ്ഞുപോയ മാസം ഫെബ്രുവരി 18-നായിരുന്നു ഹോസ്റ്റലിലെ തന്നെ ബാത്റൂമിൽ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അന്ന് അതിനെക്കുറിച്ച് വലിയ വാർത്തകളുണ്ടായി. അതിനുശേഷം സഹപാഠികൾ ചേർന്ന് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി എന്നാണ് അവരുടെ ഈ കുടുംബം തന്നെ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ, അതായത് 14-ാം തീയതി ഫെബ്രുവരി, ആ ഫെബ്രുവരി ദിനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ കോളേജിൽ വെച്ചുണ്ടായിരുന്നു. സുഹൃത്തുക്കളും സീനിയേഴ്സും ചേർന്ന് സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണമെന്ന് പറയപ്പെടുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണത്തിലെ ദുരൂഹത എന്ന് പറയപ്പെടുന്നത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബം ADGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇതിനിടെയാണ് നീതി തേടി മാതാപിതാക്കൾ സമരത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. കാരണം മരണം വരെ സമരം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിന് ഇറങ്ങുമെന്ന് ബന്ധുക്കളടക്കം പറഞ്ഞു കഴിഞ്ഞു. കാരണം 12 പ്രതികളെയും പിടികൂടാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരമാർഗം സ്വീകരിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെ പിടികൂടാൻ കഴിയാത്തത് എന്നാണ് കുടുംബത്തിൻ്റെ ചോദ്യങ്ങളും നിലപാടും. ഒളിവിലാണെന്ന് പറയപ്പെടുന്ന ചില പ്രതികളുണ്ടല്ലോ, ആ പ്രതികൾ കോളേജിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സജീവമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ സജീവമാകുന്നവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം കുടുംബം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. വെറ്റിനറി കോളേജിലെ 2ാം വർഷ വെറ്റിനറി സയൻസ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ഈ മരണപ്പെട്ടുപോയ സിദ്ധാർത്ഥ് എന്ന് പറയപ്പെടുന്നത്. ആ സിദ്ധാർത്ഥനാണ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്ന പാടുകൾ ആ കൊലപാതകത്തിലേക്ക് നീങ്ങുന്നുവെന്ന് അറിയാൻ അതിൻ്റെ നിഗമനത്തിലേക്ക് എത്തപ്പെടുന്നു. പക്ഷേ ആത്മഹത്യയാണെന്നാണ് ആദ്യം പറഞ്ഞത്. കോളേജ് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണ് വിദ്യാർത്ഥികൾ സത്യം പുറത്തു പറയാത്തത് എന്നാണ് സിദ്ധാർത്ഥൻ്റെ പിതാവടക്കം പറയുന്നത്. കാരണം അത് കൊലപാതകമാണ് എന്ന് ഇപ്പോൾ കുടുംബം പറയുമ്പോഴും ആദ്യം വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ആ അവസരത്തിൽ അവർ പറഞ്ഞത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ പറയേണ്ടി വന്ന സാഹചര്യമെന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്, അന്ന് ഹോസ്റ്റലിലെ ബാത്റൂമിൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു, അത് ആത്മഹത്യയായിരുന്നു എന്നുള്ള നിലയിലായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഈ കുടുംബത്തിനെ വിളിച്ചറിയിച്ചിരുന്നത്. കുടുംബത്തെ ഈ മരണവിവരം അറിയിച്ചപ്പോൾ കോളേജ് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണ് അതിന് പിന്നിൽ റാഗിംഗ് ഉണ്ടായിരുന്നു, സിദ്ധാർത്ഥിനെ തല്ലുകയായിരുന്നു, മർദ്ദിപ്പിക്കുകയായിരുന്നു. 12ഓളം വരുന്ന SFI പ്രവർത്തകർ ചേർന്ന് നിന്നുകൊണ്ട് ക്രൂരമായ ഒരു വിനോദത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇങ്ങനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുക എന്നുള്ളത് SFIയുടെയും CPMൻ്റെയും ഒരു നയമായി മാറുന്നു.
നമുക്ക് തൊട്ട് മുമ്പൊന്ന് അന്വേഷിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഹൈക്കോടതിയുടെ വിധി കൂടി നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ. 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖർ ഓർമ്മയായി തീർന്നിട്ട് ആ ഓർമ്മകളിൽ ജീവിക്കുമ്പോൾ പോലും കൊന്നു തള്ളിയത് CPM-കാർ തന്നെയാണ് എന്ന് കോടതി അടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ SFI വിദ്യാർത്ഥികൾ തീർന്നു നിന്നുകൊണ്ട് സിദ്ധാർത്ഥ് എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപാതകത്തിലേക്ക് തള്ളിവിടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ആത്മഹത്യാശ്രമത്തിന് അടക്കം, ആത്മഹത്യാ പ്രേരണാ കുറ്റം അടക്കം ഈ പറയുന്ന വിദ്യാർത്ഥികൾക്കാണ്. പക്ഷെ അവരെ മാത്രം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? വാട്സപ്പ് ഗ്രൂപ്പിലടക്കം ഇപ്പോൾ സജീവമാകുന്ന ഇവരെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവർണറെയും ഇനി നാളെ സെക്രട്ടേറിയറ്റ് പഠിക്കലും അടക്കം വലിയ സമരസന്നാഹങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കുടുംബം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ചോര ചിന്തുന്ന രാഷ്ട്രീയ മുഖങ്ങളുള്ള കലാലയങ്ങളെ ഇല്ലാതാക്കുക തന്നെയല്ലേ വേണ്ടത്? പഠിക്കാൻ വേണ്ടി എത്തുന്ന കുട്ടികൾ അവർ പഠിക്കട്ടെ. അവരെ ഇങ്ങനെ കലാലയ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് രക്തസാക്ഷി പരിവേഷങ്ങൾ നൽകി രക്തസാക്ഷികളാക്കി മാറ്റുന്ന ഒരു സമീപനമുണ്ടല്ലോ SFI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ. ഇത് SFIയുടേതാണ്. ഞാൻ SFIയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. SFIയുടെ ഇത്തരത്തിലുള്ള ക്രൂരമായ ഈ ചിന്തകളെ, പ്രവർത്തികളെ നിശിതമായി വിമർശിക്കുക. ഇല്ലെങ്കിൽ ഇവരെ പറഞ്ഞു വിലക്കുവാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കേണ്ടത് ഇവരുടെ മുതിർന്ന സഖാക്കളാണ്. പക്ഷെ അവർക്കും അതിന് കഴിയില്ലല്ലോ. കാരണം അവരുടെയും ശീലം കൊന്നു തള്ളുക എന്നുള്ളതായതുകൊണ്ട് ഈ പാർട്ടിയെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല എന്നുകൂടി പറയട്ടെ.